അങ്ങനെ ചന്ദ്രനെ തൊട്ട് 10 നാൾ തികയും മുൻപ് മറ്റൊരു സുപ്രധാന ദൗത്യത്തിന് ISRO നേതൃത്വം നൽകിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ആദ്യ സൂര്യപഠന ദൗത്യമായ ആദിത്യ L1 വിജയകരമായി വിക്ഷേപിച്ചു കഴിഞ്ഞു. രാവിലെ 11:50 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ രണ്ടാം വിക്ഷേപണ തറയിൽ നിന്ന് PSLV-57 റോക്കറ്റിലേറിയായിരുന്നു ആദിത്യ L1ന്റെ വിജയകരമായ വിക്ഷേപണം. ചന്ദ്രനെ വിജയകരമായി തൊട്ട ഇന്ത്യ അതിശയിപ്പിക്കുന്ന മറ്റൊരു നേട്ടത്തിലേക്കാണ് ഇതോടെ കുതിച്ചുയർന്നിരിക്കുന്നത്. വിക്ഷേപിച്ച് 64 മിനിറ്റിന് ശേഷം ഭൂമിയിൽ നിന്ന് 648.7 കിലോമീറ്റർ അകലെ വെച്ച് ആദിത്യ PSLVയിൽ നിന്ന് വേർപെടും. 16 ദിവസം ഇവിടെ തുടരുന്ന ആദിത്യ L1 5 തവണയായി ഭ്രമണപഥം ഉയർത്തി ലക്ഷ്യസ്ഥാനത്തേക്കുള്ള സഞ്ചാരവേഗം കൈവരിക്കും. ഭൂമിയുടെ 800 കിലോമീറ്റർ അടുത്തുള്ള ഭ്രമണപഥത്തിലാണ് ആദിത്യ L1നെ ആദ്യം എത്തിക്കുക. 5 വർഷവും 8 മാസവുമാണ് ആദിത്യ ദൗത്യത്തിന്റെ കാലാവധി നിശ്ചയിച്ചിരിക്കുന്നത്. സൂര്യന്റെയും ഭൂമിയുടെയും ആകർഷണ വലയത്തിൽപ്പെടാത്ത ഹാലോ ഓർബിറ്റിലൂടെയായിരിക്കും ആദിത്യയുടെ സഞ്ചാരം. 1500 കിലോഗ്രാം ഭാരമുള്ള ആദിത്യ L1ൽ 7 പേലോഡുകളാണ് അടങ്ങിയിരിക്കുന്നത്. 1480.7 കിലോ ഭാരമുള്ള ആദിത്യയുമായി PSLV-XLC-57 റോക്കറ്റ് കുതിച്ചുയരുന്നത് ഏറെ പ്രതീക്ഷയുമായാണ്. സൂര്യന്റെ അറിയാക്കഥകൾ കണ്ടെത്തുകയാണ് പ്രധാന ലക്ഷ്യം. സൂര്യന്റെ പുറംഭാഗത്തെ താപവ്യതിയാനം, ബഹിരാകാശ കാലാവസ്ഥ, സൗര കൊടുങ്കാറ്റ് എന്നിവ ഉൾപ്പെടെ സൂര്യനെ കുറിച്ചുള്ള വിശദമായ പര്യവേക്ഷണമാണ് ആദിത്യ L1ന്റെ ദൗത്യം. സൂര്യന്റെ റേഡിയേഷനും കാന്തിക വികിരണങ്ങളും ഭൂമിയെ ബാധിക്കുന്നതിന് മുൻപ് പഠിക്കുവാനും അറിയുവാനും ഈ ദൗത്യത്തിലൂടെ സാധിക്കും. സൂര്യന്റെ പുറംഭാഗത്തെക്കുറിച്ചുള്ള പഠനത്തോടൊപ്പം അത് ഭൂമിയുടെ കാലാവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നുവെന്നും പഠന വിധേയമാക്കും. കൂടാതെ സൂര്യന്റെ മിഴിവാർന്ന ചിത്രങ്ങൾ പകർത്തുവാനും കൃത്യതയോടെ നിരീക്ഷിക്കുവാനും ആദിത്യ L1ന് സാധിക്കും. അങ്ങനെ ഇന്ത്യയുടെ സൗരദൗത്യമായ ആദിത്യ L1 ശ്രീഹരിക്കോട്ടയിലെ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് കുതിച്ചുയർന്നപ്പോൾ ISRO പുതുചരിത്രം കുറിച്ചിരിക്കുകയാണ്. ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചാൽ ഈ ലക്ഷ്യത്തിലെത്തുന്ന ചുരുങ്ങിയ രാജ്യങ്ങളിൽ ഒന്നായി മാറും ഇന്ത്യ.